നമസ്കാരം രജിത് സർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ചു. മുരുകനും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് മുരുകൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഇമേജ് വേണം. എക്സാക്ട്ലി യഥാർത്ഥത്തിൽ ഒരു ദൈവമാണോ മുരുകൻ? മുരുകൻ ഒരു ഏലിയനാണോ? അല്ലെങ്കിൽ മുരുകൻ ഒരു മനുഷ്യനാണോ? മുരുകൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? ഈ ഇപ്പൊ ഒരു പ്രളയം വന്നെല്ലാം തകർന്നു, നമ്മൾ പുതിയതായി ഒരു യുഗം തുടങ്ങി എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം പിന്നിലേക്ക് പോകണം ഈ മുരുകൻ എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എത്താൻ? ആരാണ് യഥാർത്ഥത്തിൽ മുരുകൻ? ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം, വാൽമീകി രാമായണത്തിൽ രാമനെ പോർട്രേ ചെയ്തിരിക്കുന്നത് പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ്, ദൈവമായിട്ടല്ല. അധ്യാത്മ രാമായണത്തിൽ വരുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ഭാവനയിൽ ശ്രീരാമൻ ലോർഡാണ്, ദൈവമാണ്. പക്ഷെ ഇതിൽ വാൽമീകി രാമായണത്തിൽ രാമൻ ഒരു മനുഷ്യനാണ്. അദ്ദേഹം സീതയെ രാവണൻ തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ പവർ ഒന്നുമല്ല യൂസ് ചെയ്തു. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഹി ബെയർ ഫൂട്ടഡ്ലി വാക്ക് ഡൗൺ ടുവേർഡ്സ്, ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. അതിനുശേഷം അദ്ദേഹം ലങ്കയിലേക്ക് പാലം പണിതു, 2 എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നു. യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കില്ല. സമാനമായ രീതിയിൽ മുരുകൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണോ, ഒരു ഏലിയനാണോ, ഒരു ദൈവമാണോ? ഹു ഈസ് ഹി? ശരിക്കും മുരുകൻ എന്ന് അവിടെ ചെന്ന് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം കുമാരികാണ്ഡത്തിൽ പോയി നിൽക്കണം. കുമാരികാണ്ഡത്തിൽ നിന്നാണ് ആരംഭം. ഞാൻ നേരത്തെ പറഞ്ഞാല് കുമാരികാണ്ഡത്തിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ വേണമെങ്കിൽ നമ്മളെ ഏലിയൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഏലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം നമ്മുടെ ചിന്തയിൽ ഒരു മൊട്ട തലയും തുറച്ച കണ്ണുമായിട്ട് ഒരു പടം. അത് നമ്മുടെ ഹോളിവുഡ് സിനിമകൾ നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ച ഒരു സംഭവം. അവരെ സംബന്ധിച്ച് ഏലിയൻസ് എപ്പോഴും ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അമേരിക്കൻ ആർമി അവരെ തോൽപ്പിച്ച് ഭൂമിനെ നമ്മളെയൊക്കെ രക്ഷിക്കും. അങ്ങനെ അമേരിക്ക ടോപ്പ് ലെവല് ലോകത്തിനെ രക്ഷിക്കും. അതാണ് അവരുടെ സിസ്റ്റം. അത് പ്രത്യേക ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ വ്യക്തമായിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മള്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാണ്ടേ അത്ര രൂപം പതിഞ്ഞു പോയതുകൊണ്ട് ഏലിയൻ എന്ന് പറഞ്ഞാൽ അപ്പൊ മൊട്ടത്തല കയറി വരികയാണ്. പക്ഷെ നമ്മുടെ പുരാണങ്ങളിൽ നോക്കൂ, നമ്മുടെ പുരാണങ്ങളിലെ ഏലിയുണ്ട്. ഗന്ധർവന്മാര് വരുന്നു പറയണം, അവരെ നമുക്ക് ഏലിയനായിട്ട് ആക്കാം. വേറെ ലോകത്ത് പല ലോകങ്ങളിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു രസമായിട്ടുള്ള ഒരു കഥ പറഞ്ഞുതരാം. ആ കഥ മുച്ചുകുന്ദ ചക്രവർത്തിയെ കുറിച്ചാണ്. മുച്ചുകുന്ദ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, അദ്ദേഹം ശിവഭഗവാന്റെ ഒരു കൈലാസത്തിൽ അദ്ദേഹത്തിന് പൂജിച്ചിരുന്ന ഒരു ആളായിരുന്നു. അപ്പൊ ഒരിക്കൽ ശിവഭഗവാൻ പറഞ്ഞു, നീ ഭൂമിയിലേക്ക് പോണം, ഭൂമിയിലേക്ക് പോയിട്ട് അവിടെ രാജാവായിട്ട് ജീവിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, കാരണം ഇവിടെ അങ്ങനെ പൂജിക്കുമ്പോ ഒരു സമാധാനം ഉണ്ട്. ഭൂമിയിലൊക്കെ പോയിട്ട് ജന്മം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയായിരിക്കും കുത്തും ചവിട്ടും. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അവർ പറയും, നീ ചെയ്ത കർമ്മമാണ് ചെല്ലണം എന്ന് പറയും. ഇദ്ദേഹം ഭൂമിയിലേക്ക് വരും. ഇദ്ദേഹമാണ് ചോളന്മാരുടെ രാജവംശത്തിലെ ആദ്യത്തെ ആള്. ശരിക്കും ചോളന്മാരുടെ രാജവംശം ആരംഭിക്കുന്നത് മുച്ചുകുന്ദ ചക്രവർത്തിയില, തമിഴ് ഇത് പ്രകാരം. ആ രാജവംശമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ല, മുഗളന്മാരെ കുറിച്ചൊക്കെ പഠിക്കും, ചോളന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. ആ രാജവംശമാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മോദിജി ഇടയ്ക്കിടയ്ക്ക് ചോളന്മാരെ, അത് ഞാൻ അതിലേക്ക് പിന്നെ വരാം. അപ്പൊ ഇദ്ദേഹം ഒരിക്കൽ പോകുമ്പോഴാണ് മുരുകവാനെ കുറിച്ചിട്ട് കേൾക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ഒരു യുഗത്തിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കടന്നുറങ്ങും, അടുത്ത യുഗത്തിൽ കയറി വരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കഥയിൽ ഒരിക്കൽ ഇദ്ദേഹത്തിന് ഇന്ദ്രൻ വിളിക്കുകയാണ്. ആദ്യം അവിടെ ഒരു ആപത്ത് നടക്കും, ഇന്ദ്രനെ സഹായിക്കാൻ ഒരു യുദ്ധത്തിൽ. ഇദ്ദേഹം അവിടെ ചെല്ലണു, ഇന്ദ്രനെ സഹായിക്കണം. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമിച്ച ഇന്ദ്രൻ പറയുന്നത്, ഇനി പോയിട്ടൊരു കാര്യമില്ല, കാരണം ഈ ഭൂമിയിൽ നിന്ന് ഈ ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ ഭൂമിയിലത്തെ സമയം ഇവിടുത്തെ സമയമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ കാലകം കഴിഞ്ഞു പോയി, നിന്റെ ആരുമില്ല അവിടെ, നീ അവിടെ പോയിട്ട് കാര്യമില്ല. ഇത് അപ്പൊ അദ്ദേഹം പോയിട്ട് കടന്ന ശരി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അടുത്ത ഉറക്കത്തിലേക്ക് പോകാൻ. ഇത് നമ്മുടെ സയൻസ് ഒക്കെ പറയണതാണ്. ഭൂമിയിലത്തെ ടൈം വേറെ പ്ലാനറ്റിലെ ടൈം നമ്മൾ വ്യത്യാസം. ഇൻട്രസ്റ്റ് സിനിമയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഒരു ഭൂമിയിലത്തെ ഒരു 7 മിനിറ്റ് അവിടെ 21 വർഷമാകും, ഭൂമിയിലത്തെ അവിടുത്തെ ഒരു 3 മിനിറ്റ്. അപ്പൊ ഇത് നമ്മൾ എത്ര കാലം മുമ്പ് നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മളതിലേക്ക് കൊണ്ടുവന്നു എന്ന് ആലോചിക്കാൻ മതി. അപ്പൊ ഇതൊക്കെ ഇവര് കാണിച്ചു തരുന്ന ഒരു ഇതുണ്ടല്ലോ, നമുക്ക് മുമ്പിൽ വെക്കണ ഏലിയൻ എന്ന് പറയുന്ന ചിത്രത്തിനപ്പുറം നമ്മുടെ ഉള്ളിൽ കാണിച്ചു തന്ന സത്യസന്ധമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ് ഏലിയൻ എന്നുള്ളൊരു സംഭവത്തിന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോണത്. അദ്ദേഹത്തിന് അതിലേക്ക് പിന്നെ വരാം. അപ്പൊ ഈ പറഞ്ഞ പോലെ കുമാരികാണ്ഡത്തു നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു, ഇവിടെ വന്ന് കാണും. അവരുടെ നേതാവായിരുന്നു മുരുകവാൻ.
അവരുടെ സേനാപതിയായി, ദളപതിയായി, പിന്നെ അവരുടെ രാജാവായി. അവർക്ക് വയ്യാപുരി എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ ഉണ്ടാക്കി അവിടെ ഇരുന്ന് ലോകം മുഴുവൻ ഭരിച്ചു. ഉം, അവർക്കൊരു ഭാഷ കൊടുത്തു. ആ ഭാഷയാണ് തമിഴ്. ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ തമിഴാണ്. അപ്പൊ എത്ര ഉം, വർഷം പഴക്കമുണ്ടെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി, എത്ര ബാക്കിലേക്ക് പോകണം എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ തമിഴാണ്. അപ്പൊ ആ തമിഴ് അദ്ദേഹം കൊടുത്തതാണ്. അപ്പൊ ഇദ്ദേഹം 6 സ്ഥലത്ത് 6 ആർമി ക്യാമ്പ് അദ്ദേഹത്തിന്റെ, 6 പട വീട്, അതാണ് 6 പട വീട് എന്ന് ഇപ്പോഴും പറയണം. ഈ ഉം. ഇപ്പോൾ നമ്മള് ഇപ്പൊ നമ്മൾ മുരുകാന്റെ അമ്പലത്തിൽ പദയാത്രയായിട്ട് ആൾക്കാർ വരും, കാവടി എടുത്തിട്ട് അതെ അതെ, കവിളില് ശൂലം കുത്തും, കുത്തി. കവിളില് ശൂലം കുത്തിക്കും. ഇത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുടെ സേനാനായകരെ കാണാൻ, അവരുടെ ദളപതിയെ കാണാൻ പടയാളികൾ മാർച്ച് ഫാസ്റ്റ് ആയിട്ട് വരികയാണ്. ആ ഉം, മാർച്ച് ഫാസ്റ്റ് ആയിട്ട് വരുമ്പോ അവരെന്താ ചെയ്യുക? അവര് പാട്ടുപാടി തമാശ പറയുന്നില്ലല്ലോ, വീരന്മാരല്ലേ. ആ വീരത കാണിക്കാൻ വേണ്ടി അത്തരം കളികൾ കളിച്ചിട്ടാണ് വരുന്നത്. ദേഹത്ത് കുത്തി ചാടി പാടി ഉം, ഉം, അവരെ വീരത പ്രദർശിച്ചിട്ട് അവരുടെ നേതാവിനെ കാണാൻ വരുന്ന മാർച്ച് ഫാസ്റ്റ് ആണ് പിന്നെ പദയാത്രയായിട്ട് മാറുന്നത്. ഒരു പക്ഷെ ആ മിലിറ്ററി മാർച്ച് പാസ്റ്റിന്റെ ഏറ്റവും തുടക്കം മുരുകനാണ്. ആ മുരുക ഭഗവാനാണ് എല്ലാ സിദ്ധന്മാരുടെയും ഗുരു. കാരണം ഉം, അറിവിന്റെ ഏറ്റവും മെയിൻ ആൾ അദ്ദേഹമാണ്. കാരണം ശിവഭഗവാന് പോലും ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത ആളാണ് ഉം, മുരുകൻ. അപ്പോ എല്ലാ സിദ്ധന്മാരും അദ്ദേഹത്തിന് ഗുരുവായിട്ട് കാണും, ശിവഭഗവാന്റെ പരമാത്മായിട്ട് കാണും. അപ്പോ ഉം, ഒരു സ്ഥലത്ത് അറിവിന്റെ ടോപ്പ് ഒരിക്കൽ ബ്രഹ്മാവിന് സൃഷ്ടിക്ക് പൂർണ്ണതയില്ല, കാരണം അദ്ദേഹത്തിന് ഓംകാരത്തിന്റെ അർത്ഥം അറിയില്ല. അങ്ങനെ ഒരാൾ ഉം, സൃഷ്ടി നടത്തിയ ശരിയാവില്ല, അവർ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി സൃഷ്ടികർമ്മം കൂടി, അത് ഹിന്ദു പുരാണത്തിൽ ബ്രഹ്മാവാലാണ് സൃഷ്ടികർമ്മം നടത്തിയ ആളും മുരുകവാനാണ്. അപ്പൊ ഉം. ആ സൃഷ്ടികർമ്മം നടത്തി അറിവിന്റെ ആളായിട്ട് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ, അടുത്ത സൈഡിൽ ദേവസേനാപതിയായിട്ട് വീരന്മാരുടെ ലീഡറായിട്ട് അവർക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു അതിശക്തനായിട്ട് നേതാവായിട്ട് നിൽക്കുന്ന ഒരാൾ. ഇതിലെല്ലാം കൂടി ചേർന്ന ആളാണ് മുരുകൻ, മുരുകൻ. ഉം. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരാളെ പോയി വണങ്ങി ആ എനർജി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രഭവസ്ഥാനം, മുരുകന്റെ പ്രഭവസ്ഥാനം പഴനിമല തന്നെയാണോ? ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഒലി ഇടയ്ക്ക് പറഞ്ഞിരുന്നു, അയോധ്യ യഥാർത്ഥത്തിൽ അവിടെയല്ല, അയോധ്യ യഥാർത്ഥത്തിൽ നേപ്പാളിലാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അപ്പൊ സമാനമായ രീതിയിൽ പഴനിമല തന്നെയാണോ ഇതിന്റെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത്? അല്ല, കുമാരികാണ്ടാണ്. ഉം. കുമാരികാണ്ടത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആൾക്കാരാണ് ഈ ആറുപട വീട് തമിഴ്നാട്ടിൽ കൊണ്ട് വെച്ചിട്ടുള്ളത്. ആ കുമാരി കാണ്ഡം ഇപ്പോ കടലെടുത്തു പോയോ? എങ്ങനെയാണ്? കടല് അതിൽ കുറച്ച് ഭാഗം ആസ്ട്രേലിയയാണ്, കുറച്ച് ഭാഗം ജപ്പാൻ, ഉം, അങ്ങനെയുള്ള സ്ഥലങ്ങളായിട്ട് ഉം, ദ്വീപുകളായി. ഇപ്പത്തെ ആഫ്രിക്ക സൈഡിൽ റീയൂണിയൻ ഐലൻഡ്, അങ്ങനെയുള്ള ഉം, ദ്വീപുകളായി. കുറെ ഭാഗം കടലെടുത്ത് പോയി. അത് ഈ കന്യാകുമാരി സൈഡിലാണ്. നമ്മുടെ ഒരു നോസ്ട്രഡാംസിൽ ഒരു പ്രശസ്തമായ ഒരു ഇതുണ്ട്, പ്രവചനമുണ്ട്. അതിൽ ഉം. മുക്കടൽ ചേരുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ ഒരാള് ലോകം ഭരിക്കാൻ പോണു എന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ച് ഭയങ്കര പഠനങ്ങളൊക്കെ നടത്തും. ഇത് ഏതാണ്? അപ്പൊ ഉം, മുക്കടൽ ഉം, എന്ന് ഉം. പറഞ്ഞാൽ കന്യാകുമാരി ചേരുന്നതാണ്. അപ്പൊ ഇന്ത്യയാണ് ഇനി ലോകത്തിനെ ഭരിക്കാൻ പോണത് എന്ന് അതെ. പറഞ്ഞിട്ടുള്ള ഭയങ്കര പഠനമാണ്. ശരിക്കും മുക്കടൽ എന്ന് ഉം, ഉദ്ദേശിച്ചത് ഇതാണ്, കുമാരികാണ്ടാണ് ഉദ്ദേശിച്ചത്. ആ കുമാരികാണ്ട് എന്ന് ഉം. പറഞ്ഞ എനർജി മുരുകയുഗം. ആ മുരുകയുഗമാണെങ്കിൽ ലോകത്തിനെ ഭരിക്കാൻ പോണു എന്നാണ് അദ്ദേഹം നോസ്ട്രഡാംസിന്റെ പ്രവചനത്തിന്റെ ഞാൻ ശരിയായ. ഒരു ഒരു കാര്യം കൂടെ, ഈ മുരുകൻ ഈ കുമാരി കാണ്ഡം എന്ന് പറയുന്ന സ്ഥലം കടലെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗവേഷണം നടത്തിയാൽ അത് കടലിനടിയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്, രാമസേതു കാണാൻ പറ്റുന്നുണ്ട്, ദ്വാരക ടൂറുണ്ട്, ടൂറിസം ഉണ്ട് ഗുജറാത്തിൽ, അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുമാരി കാണ്ഡത്തെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുമോ യഥാർത്ഥത്തിൽ നമ്മൾ റിസർച്ച് നടത്തി കഴിഞ്ഞാൽ? തീർച്ചയായും കാണാൻ പറ്റും. കാരണം നമുക്ക് ഇപ്പോഴും ഉം, അറിയാം, നമ്മുടെ കന്യാകുമാരി അങ്ങനെ ഇന്ത്യ സംബന്ധിച്ചും താഴെ കുറവാണ്. അതിനെ ഉം, കുറിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, ആഴം കുറവ്, ഉം. ബാക്കിയുള്ള കടലെടുക്കൽ കുറവ്. അതിനൊരു കാരണം ഇതാണ്. അവിടെ ഗവേഷണം നടത്തി കഴിഞ്ഞാൽ, ഞാൻ കുറച്ചാൾ മുമ്പ് പറഞ്ഞിട്ടായിരുന്നു, ആ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും ഗവേഷണം നടത്തി പല നിധികളും നമുക്ക് കിട്ടാൻ സാധിക്കുന്നു. ഈ അടുത്ത് കൊബാൾട്ടിന്റെ വൻ ശേഖരം അവിടെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ന്യൂസ് വരുന്നത്. അപ്പോ ഉം. അത്ര ഗവേഷണങ്ങൾ നടക്കണ്ടേ എന്നാണ് അർത്ഥം. ആ ഒരു ഏരിയ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത്, ആ ഭാഗം കുമാരികാണ്ഡത്തിന്റെ. അത് സാർ, ഈ ഈ യുദ്ധം മുരുകനെ നടക്കും. കുറിച്ച് ഓക്കെ, മുരുകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പല ആൾക്കാരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മുരുകന്റെ സമാധി. ഇപ്പൊ പളനിമല ഭോഗർ മഹർഷിയുടെ സമാധിയാണെന്ന് പറയുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അഗസ്ത്യ മുനിയുടെ സമാധിയാണെന്ന് പറയുന്നു. വിശ്വാസികളുടെ വിശ്വാസമാണ് ഇതൊക്കെ. അപ്പോൾ അവരും എങ്ങനെ പറയുന്നു, മുരുകന്റെ സമാധി യഥാർത്ഥത്തിൽ കുക്കൈ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു സ്ഥലത്താണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല, ഇങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. ഇത് സത്യമാണോ, അല്ലെങ്കിൽ എന്താണ് അതിലെ വസ്തുത? കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോ അതിന്റെ ഉം, ഒരു ആ ഒരു നമ്മൾ ചെയ്ത പാപം അത് തീർക്കാൻ വേണ്ടി നാഗരൂപത്തിൽ തപസ് ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത്.
അപ്പൊ ഉം, പാർവ്വതീദേവി തിരിച്ചു വിളിച്ചപ്പോ മനുഷ്യരൂപം വേണ്ടി വന്നു. അപ്പൊ നാഗരൂപത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ വെച്ചിട്ട് അവിടെ കുമാരമല എന്ന് പറഞ്ഞ മലയിൽ അവിടെ വെച്ചിട്ട് ഒരു രാക്ഷസനെ അദ്ദേഹം നിഗ്രഹിക്കുകയും ചെയ്തു. ഇതാണ് അതിന്റെ കഥ. ചില ആൾക്കാർ സമാധി എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അത്ര മെസ്സേജുകളൊന്നും കിട്ടാതെ കാരണം എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം റിട്ടേൺ ടു വേറെ ഡയമെൻഷനിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ്. കാരണം ഉം. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏലിയൻസിന്റെ കഥ പറയുമ്പോ ഇപ്പോ അവര് തിരിച്ചു വരേണ്ട ടൈമായി കുമാരകാണ്ഡത്തിലെ ആൾക്കാർ. അപ്പൊ അതിന് ഞാൻ കുറച്ചാൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഏലിയൻസിന്റെ ന്യൂസുകൾ ഇനി കേട്ടു തുടങ്ങും, നിറയെ കേട്ടു, വഴിക്കൊഴുകി കേട്ട് കേട്ട് അത് നമുക്കൊരു ആ മനസ്സ് അതിനോട് പാകപ്പെടേണ്ട സമയത്ത് അവര് നമ്മുടെ മുമ്പിൽ എത്തിപ്പെടും. ആ ഒരു സമയമായി തുടങ്ങി എന്ന് ഞാൻ 2 കൊല്ലമായിട്ട് പറയുന്നുണ്ട്. ഈ 2 കൊല്ലമായിട്ടും ഏലിയൻസിന് ഒരുപാട് വാർത്തകൾ നമ്മൾ തേടി വരുന്നുണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റ് വരെ ഇപ്പൊ നവംബറിൽ വരുന്ന ഒരു ഇതിനെ കുറിച്ച് വരെ സംസാരമുണ്ട്. നവംബറിൽ ഇപ്പൊ ഒരു എന്നിട്ട് ആ സ്പേസ് ഷിപ്പാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ന്യൂസുകളിലൂടെ കടന്നു വന്ന് നമ്മുടെ മുമ്പിൽ അവര് പ്രത്യക്ഷപ്പെടേണ്ട ഒരു ഈ മുരുകയോതി അടുത്ത കാലത്തൊക്കെ ആയിട്ട് അവർ ഈ അല്ല, ഭൂമിയിലേക്ക് എക്സാക്ട്ലി സ്പേസിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഈ വിഘടിച്ചു പോയ ആൾക്കാർ, ഈ ജൂതന്മാർ ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക് വന്നതുപോലെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കി തിരിച്ചു വരുമെന്നാണോ ഇത് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഉം, മറ്റേവർ കണക്ട് ചെയ്യും ഉം, ഉം, സാംസ്കാരികമായിട്ട് അവരൊക്കെ കണക്ട് ചെയ്യും. പക്ഷെ ഉം, വരുന്നത് അവർ വേറെ ഡയമെൻഷനിൽ ഭൂമിയിലേക്ക് തിരിച്ചു വിടും. അത് ഉം, സ്പേസിൽ നിന്ന് ആവാം, കടലിൽ നിന്നാവാം, എവിടെ നിന്നായാലും അവര് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സമയമായി തുടങ്ങി. അപ്പം ഉം. മുരുകഭഗവാന്റെ ആ ഒരു എനർജി കൂടി കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നടക്കും മുരുകയോഗത്തില്. പിന്നെ ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉം, ഭക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മള് അദ്ദേഹം എന്താ പറയാ 6 വീട്ടിൽ സന്ദർശിച്ച് അദ്ദേഹത്തിന് ഉം. 6 ഭാവങ്ങൾ കണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരാളിനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുണ്യം. അതാണ് അതിന്റെ ഓക്കെ ഒരു സാർ, ഇതിൽ വേറൊരു കാര്യം, ഈ ഉടുമ്പൻ മല, ഉടുമ്പൻ മലയും പഴനിയും, ഒരുപാട് ആൾക്കാർ ഈ പഴനിയിൽ പോകുമ്പോൾ ഉടുമ്പൻ മല എന്താണെന്ന് അവർക്ക് അറിയില്ല. ഈ ഞാൻ കേട്ടിട്ടുള്ളത്, ഉടുമ്പനെ കണ്ടിട്ട് വേണം പഴനിയിൽ മുരുകനെ കാണാനായിട്ട് പോകാൻ. എന്താണ് ഈ ഉടുമ്പൻ മലയും പഴനിയുമായിട്ടുള്ള ബന്ധം? ഉടുമ്പൻ മല പഴനി പോലെയല്ല, വളരെ കാഠിന്യം ഏറിയ മലയാണ് അതിവിടെ കയറാനായിട്ട്. അവിടെ ഈ പളനിയിൽ ഞാൻ പോയിട്ടുണ്ട് പളനിയിൽ, പക്ഷെ ഞാൻ ഇവിടെ ട്രാം വഴിയാണ് കയറിയത് പടി കയറാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നിയില്ല, ട്രാം വഴി കയറിപ്പോയി. അതിനുശേഷം ഈ ഉടുമ്പൻ മലയെക്കുറിച്ച് ഞാൻ ആ സമയത്ത് കേട്ടിട്ടില്ലായിരുന്നു. ഒരുപാട് സിദ്ധന്മാരൊക്കെ പളനിമലയിൽ ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്കറിയാം. ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വേസ്റ്റിലിരിക്കുന്നു, സാക്കടൈ സ്വാമി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ചില ആൾക്കാർ വേറെ പല ഭാവത്തിലിരിക്കുന്നു. അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ ഉടുമ്പൻ മലയെ കുറിച്ച് അന്ന് ഞാൻ കേട്ടിട്ടില്ല. ഈ ഇടയ്ക്കാണ് ഉടുമ്പൻ മലയെ കുറിച്ച് കേൾക്കുന്നത്. എന്താണ് ഉടുമ്പൻ മലയും പഴനിയും തമ്മിലുള്ള ബന്ധം? ഇടുമ്പർ എന്നാണ് പറയാ ശരിക്കും, ആ. ഇടുമ്പർ. അപ്പൊ ഇടുമ്പർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു. അപ്പൊ ഉം, അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം ഒരു അഗസ്ത്യൻ പറയാണ്, ഈ 2 മലയെടുത്ത് ഇങ്ങോട്ട് വരണം പറഞ്ഞു. ഇദ്ദേഹം ഇവിടെ പഴനിയിലെത്തിയപ്പോൾ അദ്ദേഹം ക്ഷീണമായിട്ട് 2 മലയും വെച്ച് അവിടെ കടന്നുറങ്ങി. ഉറങ്ങി ഉം, ഉം, കഴിഞ്ഞിട്ട് ഉം, കുറച്ച് കഴിഞ്ഞിട്ട് മല പൊക്കാൻ നോക്കുമ്പോൾ മല പൊക്കാൻ പറ്റില്ല. അപ്പൊ ആ മലയുടെ മുകളിൽ ഒരു കുട്ടി ഓടി കളിക്കുക. അപ്പൊ ആ ഉം, കുട്ടിയായിട്ട് വാക്കാതെ യുദ്ധവും, ആ കുട്ടി ഇദ്ദേഹത്തെ വധിക്കും. അപ്പൊ അഗസ്ത്യൻ വന്ന് പറയും, ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ജീവൻ കൊടുക്കും. മുരുകവാനായിരുന്നു ആ ഉം, കുട്ടി. ജീവൻ കൊടുത്തിട്ട് പറയും, നീ എന്റെ അടുത്തിരുന്നോ, നീയാണ് എന്റെ ആദ്യത്തെ ഭക്തൻ. അതായത് നമ്മൾ എത്ര ഭക്തരായാലും 2ാം സ്ഥാനം കിട്ടുള്ളൂ. ഉം, ഇടുമ്പനാണ് ഫസ്റ്റ് ഭക്തൻ. അതുകൊണ്ട് നിന്നെ കാണാൻ വന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സംതൃപ്തരാകും, സന്തോഷകരാകും. അങ്ങനെ ഉം, ചെയ്ത ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അടുത്തിരുത്തും. അപ്പൊ അദ്ദേഹം ഉം, 2 മലകൾ നോക്കി കൊണ്ടുവന്നതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാവടി കൊണ്ടുപോണത്. ഓ, അദ്ദേഹം 2 മല കൊണ്ടുവരും, അതിന്റെ ഇതായിട്ടാണ് കാവടി കൊണ്ടുപോകുന്നത്. ഇതാണ് ഉം, ഉം, അതിന്റെ ഇടുമ്പർ എന്നുള്ളതിന്റെ കഥ. പക്ഷെ ഇതിലൊരു വേറൊരു സയൻസ് ഉണ്ട് അവിടെ പഴനിമലയിൽ. കാരണം ഉം, ബോഗർമാഷ മല എടുക്കാൻ കാരണം, ഈ ഇടുമ്പർ മല ശിവഗിരിയാണ്, പഴനിമല ശക്തിഗിരിയാണ്. ഉം, ശിവനും ശക്തി, അപ്പൊ 2 എനർജിയാണ്. അപ്പൊ ഈ 2 എനർജി ആവുമ്പോൾ അതില് 2 ടൈപ്പ് എനർജി ആവുമ്പോൾ അതിൽ ന്യൂട്രൽ പോയിന്റ് വേണം. നമ്മളിപ്പോ ഇലക്ട്രോൺ പോട്ടർ ആണെങ്കിൽ ന്യൂട്രോൺ പോലെ പോസിറ്റീവ്, കറണ്ടിലും അങ്ങനെ ഉണ്ടല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഉം, അങ്ങനെയാണ് എനർജി കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മലയുണ്ട് അവിടെ പഴനിയിലുണ്ട്, ഒരു 0 പോയിന്റ് ഉണ്ട് പഴനി. അത് ശിഖണ്ഡി ഉം. പാറ എന്നാ പറയാ. ശിഖണ്ഡി പാറ ഓ, എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയിട്ട്. അപ്പൊ ആ പാറ, അപ്പൊ ഈ പഴനിമലയുടെ അടുത്താണ് ഈ രണ്ടും, ഇടുമ്പർ മലയും 0 പോയിന്റ്. അപ്പൊ ഈ പഴനിമലയിൽ ഉം, നിന്ന് എനർജി ഇടുമ്പർ മലയിൽ കൂടെ വന്ന് 0 പോയിന്റ് കൂടെ വന്ന് ഒരു സർക്കുലേഷൻ, എനർജി സർക്കുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ഇടുമ്പർ മലയിൽ നിന്ന് ഈ 0 പോയിന്റ് നേരെ ഒരു വര വരച്ച പഴനിമലയിലേക്ക് വരച്ചാൽ നേരെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക. ആ ഗുഹയുടെ ഉള്ളിലാണ് ബോഗർ മോട്ടർ വെച്ച നേരത്തെ പറഞ്ഞ 2ാമത്തെ
ഡാർക്ക് മാറ്ററിന്റെ വിഗ്രഹം ഇരിക്കുന്നത്. ഉം. ഇത്രയും കണക്ക് വെച്ചിട്ടാണ് പഴനിമലയില് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പിരമിഡിനെ കുറിച്ചൊക്കെ പഠിക്കണ പോലെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും പല രഹസ്യങ്ങളും അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇടുമ്പർക്കും ഇടുമ്പർ മലയ്ക്കും പ്രത്യേകത അതാണ്. ഞാൻ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് സൂപ്പർസ്റ്റിഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഈ നവപാഷാണം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹമാണ് പഴനിമലയിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഭോഗർ രണ്ടാമതൊരു വിഗ്രഹം ഉണ്ടാക്കി അവിടെ വച്ചിരിക്കുന്നത്, ആർക്കും അറിയാത്ത രീതിയിൽ അവിടെ വച്ചിരിക്കുന്നത്, ഒരു സമയം എത്തുമ്പോൾ ഈ വിഗ്രഹം നശിച്ചു പോകും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിഗ്രഹം എടുത്ത് പ്രതിഷ്ഠിക്കാനാണെന്ന് പറയുന്നു. ഈ വിഗ്രഹത്തിൽ നിന്നും ഈ നവപാഷാണം അങ്ങനെയാണ് പറയുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊരു മരുന്നാണ്. അത് എടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആരും അറിയാതെ അതിനകത്തുനിന്ന് അത് മോഷ്ടിക്കപ്പെടുന്നുണ്ട്, അത് കുത്തിയെടുക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ ഇത്? കേട്ടുകേൾവിയാണ്, എനിക്കത് വ്യക്തതയില്ല. ഇതില് ശരിക്കും പറയുക മുരുകന്റെ നവപാഷാണത്തിന് വിഗ്രഹം ഉണ്ടായിട്ട് കലിയുഗത്തിന് വേണ്ടിയിട്ടും അടുത്ത യുഗത്തിന് ഉം, വേണ്ടിയിട്ട് രണ്ടാമത്തെ വിഗ്രഹം വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഉം, വിഗ്രഹം ആ വിഗ്രഹം നശിക്കണതല്ല, യുഗം മാറുമ്പോ ഈ വിഗ്രഹം പുറത്തു വരും. അപ്പൊ ഈ ഉം, മുരുകയുഗം ആരംഭിക്കുകയും ഈ വിഗ്രഹത്തിന്റെ എനർജിയാണ് ഇപ്പൊ നമ്മള് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എഫക്റ്റീവായി അവസാനം എല്ലാം ഇതായിട്ട് എല്ലാ മുരുകയും എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ആ വിഗ്രഹം പുറത്തു വന്നിട്ട് ഉം, അത് ആയിട്ട് മെയിനായിട്ട് വരും. പിന്നെ അങ്ങ് ചോദിച്ച നവപാഷാണത്തിന്റെ കേടുപാടിനെ കുറിച്ചിട്ടാണെങ്കിൽ ഉം, അതിനെ കുറിച്ചിട്ട് 1985 തമിഴ്നാട് ഗവൺമെന്റ് എംജിആർ ഭരിക്കുന്ന സമയത്ത് ഒരു ഉം, അന്വേഷണ മിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്വേഷണ ഉം, മിഷൻ അത് നോക്കിയിട്ട് ഇത്രയും വർഷ കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് കാലിനും ഇതോടൊക്കെ ചെറിയ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉം, ഇനി അന്ന് അതുവരെ എല്ലാ ആൾക്കാരും കൊണ്ടുവന്ന പാലും വെള്ളവും അതിൽ അഭിഷേകം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്യാൻ ഉം, പാടില്ല. ദേവസ്വത്തിന് അഭിഷേകത്തിന് മാത്രം ആ മെയിൻ വിഗ്രഹത്തിലും ജനങ്ങൾ കൊണ്ടുവരുന്നത് താഴെ ഒരു വിഗ്രഹം വെച്ചിട്ട് അതിലൊഴിക്കാന്ന് പറഞ്ഞിട്ട് ഉം, അതിനുശേഷം ഇപ്പൊ അങ്ങനെയാണ് ഈ കാലം വരെ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് കാലപ്പഴക്കം കൊണ്ടുവന്നിട്ടുള്ളതാന്നുള്ള ഒരു വാദമുണ്ട്. ഉം. അല്ലാണ്ട് ഈ വാദമുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ വിഗ്രഹം ബോർമാഷ വെച്ചതാണ്. ഇപ്പോൾ അഭിഷേകം ചെയ്യണമെങ്കിൽ ദേവസ്വം അഭിഷേകം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കൊണ്ടുവന്ന് താഴത്തെ അഭിഷേകം വിഗ്രഹത്തിന് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ മുരുകയുഗത്തിലാണ് അടുത്ത വിഗ്രഹത്തിന്റെ എനർജി വന്നുകൊണ്ടിരിക്കുന്നത്.